ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ പൊരുത്തക്കേടുകളാണ് ഏതാനും ദിവസങ്ങളായി തുടരുന്ന ചർച്ച. ദേവസ്വത്തിന്റെ കണക്കും ഇവന്റ് കമ്പനിയുടെ കണക്കും ഓഡിറ്റ് കണക്കും മാച്ച് ചെയ്യുന്നില്ല. വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണിത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഓഡിറ്റർക്ക് കൃത്യസമയത്ത് മറുപടി നൽകാത്തത് പിശകാണെന്നും വിവാദങ്ങൾക്ക് കാരണം പരിശോധനയിൽ വന്ന വീഴ്ചയാണെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ ഏറ്റുപറച്ചിൽ. അതിനിടയിൽ തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയവും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താകുമെന്നതാണ് ഉയരുന്ന ചോദ്യം. സർക്കാർ നിലപാട് തിരുത്താൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം. ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് തന്നെ അത്തരം സൂചനകളും ഉണ്ടായി. ഇതിനെല്ലാം ഇടയിൽ ശബരിമല ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം മുറിച്ച് സാമ്പിൾ എടുത്തത് ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി ദേവസ്വം ബോർഡിന് ഇന്ന് കത്തും നൽകിയിട്ടുണ്ട്. ആദ്യം ഇസ്രാ. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളെ സംസ്ഥാന സർക്കാർ ഇതുവരെ എതിർത്തിരുന്നുവെന്നാണ് ഇന്നലെ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഇതുവരെ അങ്ങനെയാണെങ്കിൽ ഇനി മാറുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. നിയമമന്ത്രി പി രാജീവ് സർക്കാർ നിലപാട് വ്യക്തമാക്കാതെ സാങ്കേതികത്വം അടക്കം ചൂണ്ടിക്കാണിച്ചുള്ള പ്രതികരണമാണ് ഇന്നലെയും ഇന്നും നടത്തിയത്. എന്നാൽ അതിന് വിപരീതമായി സർക്കാർ നിലപാട് തിരുത്തുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. നിലപാട് തിരുത്തുമെന്ന സൂചനകൾ തന്നെയായിരുന്നു മന്ത്രി വി എൻ വാസവന്റെയും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും എല്ലാം പ്രതികരണം. അതിനിടെ ശബരിമല നേട്ടമാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളെ ചൊല്ലിയുള്ള ചർച്ചകൾ തുടരുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്ക് തയ്യാറാക്കിയതിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ മാസം 26-ന് മുൻപ് പിഴവ് തിരുത്തി കണക്ക് ഹൈക്കോടതിക്ക് കൈമാറാനാണ് തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ ഇന്ന് ED ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ജയറാം മൊഴി നൽകിയത്. IDX റാപ്പ് ന്യൂസ് മലയാളം. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കിൽ വീഴ്ച പറ്റിയെന്ന് ദേവസ്വം ബോർഡ് സമ്മതിച്ചിരിക്കുകയാണ്. ഓഡിറ്റർക്ക് കൃത്യസമയത്ത് മറുപടി നൽകാതിരുന്നതാണ് കാരണമെന്നാണ് വിശദീകരണം. 4,99,00,000 മാത്രമേ തരാൻ പറ്റൂ എന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. ഞങ്ങളുടെ ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് പല അസറ്റ് രജിസ്റ്ററിൽ എഴുതി അത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അറിഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ഇത് കഴിഞ്ഞ ബോർഡാണ് ഇത് ഈ 4.99 നടത്തണം എന്ന് തീരുമാനിച്ചത്. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ 4,99,00,000 തരുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. ഇവന്റ് കമ്പനിയുടെയും ഓഡിറ്റ് റിപ്പോർട്ടിലെയും ദേവസ്വം കമ്മീഷണറുടെയും കണക്കുകൾ തമ്മിലാണ് പൊരുത്തക്കേട്. ഊരാളുങ്കലിന്റെ GST ഇൻവോയ്സിൽ ആകെ ചെലവ് 7,11,00,000 രൂപയാണ്. 6,32,00,000 രൂപയാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ചെലവ്. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ചെലവ് 4.5 കോടി രൂപയാണ്. ഇവന്റ് കമ്പനി 7,11,00,000 രൂപയുടെ കണക്ക് പറയുമ്പോഴും GST അടച്ചത് 3 കോടിക്ക് മാത്രമാണ്. ഇവന്റ് കമ്പനിക്ക് 4,99,00,000 മാത്രമേ നൽകൂ എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഇക്കാര്യത്തിലെ നിലപാട്. സംഗമം നടത്തിപ്പിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സാമ്പത്തിക സുതാര്യതയില്ലെന്നും കൃത്യമായ കണക്കുകളും ബില്ലുകളും ഇല്ലെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെയാണ് എന്നുള്ള വിവരവുമുണ്ട്. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്കാണ് 10% അധിക തുകയ്ക്ക് കരാർ നൽകിയത്. യുവതീ പ്രവേശനത്തിൽ മാർച്ച് 14-ന് മുൻപ് സർക്കാർ സുപ്രീം കോടതിയിൽ വാദം എഴുതി നൽകണം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാലും എതിർത്താലും തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാകും. പക്ഷേ നേരിട്ട് എഴുതി നൽകേണ്ട ഉത്തരങ്ങളിൽ അത് ഉണ്ടാകും എന്നുള്ള സാഹചര്യം തൽക്കാലമില്ല. സാമുദായിക സംഘടനാ പിന്തുണ കണക്കിലെടുത്ത് സർക്കാർ സമവായ നിലപാടിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഹിന്ദു ആചാരത്തിൽ പാണ്ഡിത്യമുള്ളവരുടെ അഭിപ്രായം പരിഗണിക്കണമെന്ന നിലപാട് സ്വീകരിച്ചേക്കും. അതുതന്നെയായിരുന്നു നേരത്തെയും എഴുതി കൊടുത്ത നിലപാട്, VS സർക്കാരിൻ്റെ കാലത്തുള്ള നിലപാട്. പരീക്ഷ ഇപ്പോൾ ഇതാണ് സാഹചര്യം. 2 കാര്യങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഒന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് എന്താണ് സുപ്രീം കോടതിയിലേക്ക് എഴുതി കൊടുക്കുക എന്നുള്ള സംശയം. ഇങ്ങനെ സുപ്രീം കോടതിയിൽ എഴുതി കൊടുക്കേണ്ട വിഷയത്തിൽ സത്യത്തിൽ ഈ ചോദ്യം 7 പോയിന്റുകളാണ് സുപ്രീം കോടതിക്ക് വ്യക്തത വരുത്താനുള്ളത്. ആ പോയിന്റുകളിൽ യഥാർത്ഥത്തിൽ അവിടെ യുവതികളെ കയറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി കൊടുക്കേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് തന്ത്രപരമായി ഒരു മറുപടി ആയിരിക്കും സർക്കാർ കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇന്നിപ്പോൾ ഗണേഷ് കുമാറും അതുപോലെ തന്നെ അദ്ദേഹം വി എൻ വാസവനുമൊക്കെ പറയുന്നത് കേട്ടാൽ സർക്കാർ ഒരു തന്ത്രപരമായ കളിക്കുള്ള നീക്കം നടത്തുന്നു എന്ന് വേണം കരുതാൻ. എന്താ തോന്നുന്നു? ആ വിഷയത്തിൽ ഗണേഷ് കുമാറിനെയും വാസവനെയും നിയോഗിച്ചിരിക്കുകയാണ്
എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞോ എന്ന് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, അതായത് നിലപാട് മാറ്റും എന്ന്. സത്യത്തിൽ ഈ സർക്കാരിന് പ്രത്യേകിച്ച് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഞങ്ങൾ നേരത്തെയും പറഞ്ഞതാണ്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം നേരത്തെ മുതൽ ബാനായിരുന്നു, കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയില്ല, പ്രവേശിക്കാറില്ല. ഇനി ആ നിലപാട് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട മതപണ്ഡിതരുമായിട്ട്, ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പണ്ഡിതരുമായിട്ട് ഒരു കമ്മീഷനോ കമ്മിറ്റിയോ മറ്റോ ഉണ്ടാക്കിയിട്ട് വേണ്ട ആലോചനകൾ നടത്തിയിട്ട് സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്താൽ ഞങ്ങളത് പാലിക്കും എന്നാണ് നേരത്തെ VS സർക്കാരിൻ്റെ കാലത്തും ഇവർ രേഖാമൂലം കൊടുത്തത്. അത് ഇത്തവണയും കൊടുത്താൽ മതി. എന്നുവെച്ചാൽ പ്രവേശിപ്പിക്കണ്ട, ഈ രണ്ട് നിലപാടൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. കോടതി എന്ത് നിലപാടാണോ എടുക്കുന്നത് അത് ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ അതങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഞാൻ ഈ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഈ തവണ ഇലക്ഷന് മുമ്പ് ഒരു ഗുണമില്ല. അതുകൊണ്ട് പറയുന്ന ആളുകൾ പറയുക, KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ, അതായത് ഞങ്ങൾക്ക് നിലപാട് മാറ്റുന്നത് എന്താണ് കുഴപ്പം, സർക്കാർ നിലപാട് മാറ്റിക്കോളും എന്ന് പറയും. VD സതീശന് പക്ഷേ ഈ തന്ത്രം അറിയാവുന്നതുകൊണ്ട് VD സതീശൻ yes or no പറയണം എന്നാണ്. yes or no പറയണം. അതായത് അവർക്കിപ്പോൾ വളരെ പെട്ടെന്ന് പ്രവേശനത്തിന് നോ എന്ന് പറയാം, നിലപാട് സ്വീകരിച്ചാണ്. അവരുടെ രാഹുൽ ഗാന്ധിയൊക്കെ വേറെ നിലപാടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പക്ഷേ അവർക്ക് യെസ് പറഞ്ഞതാണ് ഒരു ഘട്ടത്തിൽ, ഒരു ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞാണ്. ഇപ്പം നോ എന്ന് ഞങ്ങൾ പറഞ്ഞോളാം എന്നാണ്. അതുകൊണ്ട് yes or no പറയണം. അങ്ങനെ ഈ പറയുന്ന സങ്കീർണമായിട്ടുള്ള വിശ്വാസ പ്രശ്നങ്ങൾ, അതായത് 3-അംഗ ബെഞ്ച് പരിശോധിച്ചു, 5-അംഗ ബെഞ്ച് പരിശോധിച്ചു, 9-അംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട അതിസങ്കീർണമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് അനേകായിരം വിശ്വാസ സമൂഹങ്ങളുള്ള ഇതിനകത്ത് വിശ്വാസ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കിയിട്ട് പരിഹരിക്കുന്ന കാര്യങ്ങൾക്ക് yes or no എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് മറുപടി പറയണമെന്ന് പറയുന്നത് അത് VD സതീശന് അറിയാഞ്ഞിട്ടല്ല. VD സതീശൻ ഒരുപാട് പുസ്തകമൊക്കെ വായിക്കുന്ന ആളാണ്. VD സതീശന് ഈ പറയുന്ന ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ് എന്നതുകൊണ്ടാണ് yes or no പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചത്താലും yes or no പറയില്ല എന്നതാണ് സർക്കാർ ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പക്ഷേ നിലപാട് മാറ്റുന്നതിൽ പ്രശ്നമില്ലല്ലോ എന്ന് ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകൾ പറയുകയും ചെയ്യും. ഇതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാണാൻ പോകുന്നത് എന്നാണ് എനിക്കതിനകത്ത് തോന്നുന്നത്. അല്ലാതെ മറുപടി കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വളരെ വെടുപ്പായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ സുപ്രീം കോടതി ഈ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് ഒരു കമ്മീഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കാര്യത്തിലെല്ലാം സുചിന്തമായിട്ട് ആലോചിച്ച് സുപ്രീം കോടതി ഒരു തീരുമാനം പറയുകയാണെങ്കിൽ ഞങ്ങളത് നടപ്പാക്കിക്കൊള്ളാം സാർ എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ കേസ് തീർന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. രണ്ടാമത്തത് ഈ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ബില്ല്, അയ്യപ്പ സംഘത്തിൻ്റെ ബില്ല്, സത്യത്തിൽ ഈ ദേവസ്വം ബോർഡുണ്ടല്ലോ, അതായത് PS പ്രസാദിൻ്റെ അധ്യക്ഷതയിലുള്ള ഈ ദേവസ്വം ബോർഡിനെ സത്യത്തിൽ അതിനിശ്ചിതമായിട്ട് വിമർശിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കിന്ന് വ്യക്തമായി. അതായത് നോക്കൂ, ഇവിടെ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച മുതൽ പ്രശ്നമാണ്, വിമർശമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വന്നത്. ഹൈക്കോടതി അതിന്മേൽ അതിസൂക്ഷ്മമായുള്ളൊരു സ്ക്രൂട്ടിനി കൊണ്ടുപോയി വെച്ചു. പക്ഷേ ഏത് നിസ്സാരമായിട്ട് ഒരു ചായക്കടയിൽ കുറിപ്പായിട്ട് നടത്തുമ്പോൾ പോലും കണക്ക് കൃത്യമായിട്ട് എഴുതി വെക്കും, ഇല്ലേ? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കുറിപ്പായിട്ട് നടത്തുന്ന കണക്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചായക്കടയിൽ നടക്കുന്ന കുറിപ്പായിട്ടിൻ്റെ കണക്ക് കൃത്യമായി എഴുതി വെക്കുന്ന നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഏത് നാട്ടിലും ഇതെന്ത് കണക്കായി ഇവർ എഴുതി വെച്ചിരിക്കുന്നത്? ഓഡിറ്ററുമായിട്ട് ആശയവിനിമയം നടന്നില്ല എന്നാണ് ജയകുമാർ സാർ പറയുന്നത്. ഓഡിറ്ററുമായിട്ട് ആശയവിനിമയം നടന്നിട്ടില്ല. അതായത് ജയകുമാർ സാർ ആയതുകൊണ്ട് നേരത്തെയുള്ള ഈ സമിതിയെ വലിയ കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. അദ്ദേഹം വലിയ പ്രയാസത്തിലേക്ക് മറ്റവരെ പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ഇതിനകത്ത് സത്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കകത്തൂടെ നമ്മൾ വായിച്ചാൽ ഈ PS പ്രശാന്തിൻ്റെ സമിതി അങ്ങേറ്റം അലംഭാവം ഇതിനകത്ത് വരുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കാര്യം മാത്രം എടുക്കുക. നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, നന്ദഗോവിന്ദം ഭജൻസ് പങ്കെടുത്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പരിപാടി നടന്നില്ല, അവർ വേറെ സ്ഥലത്തായിരുന്നു. അതിൻ്റെ ബില്ല് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ജയകുമാർ സാറായതുകൊണ്ട് സാത്വികനായുള്ള ഒരാളാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ഓഡിറ്റർമാരുടെ കുഴപ്പമില്ല, ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം പറ്റിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ഓഡിറ്റിംഗ് ആയതെന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുറിപ്പായിട്ടിന് കണക്കെഴുതിയിട്ടുണ്ട്. ഏത് നാട്ടിൽ? ഞങ്ങളുടെ നാട്ടിലെഴുതുന്ന കുറിപ്പായിട്ടിന് കണക്കെഴുതുന്ന ആളുകൾ പോലും നടന്ന പരിപാടി വന്ന ആൾ പയറ്റിയ ആളുകളുടെ പേരായിരുന്നു, അല്ലാതെ പയറ്റാൻ വരുന്ന ആളുടെ പേരെഴുതി വെക്കില്ല. ഇതെന്ത് ഓഡിറ്റാണ്? ഇതെന്തോ വലിയ സമിതി, വലിയ എന്തോ സ്ഥാപനമൊക്കെയാണ്. ഞാനത് പറഞ്ഞ പെശുകൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ഓഡിറ്റ്. നടക്കാത്ത പരിപാടിയുടെ പേരെഴുതി വെച്ചിരിക്കുന്നതാണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കേട്ടിരിക്കുന്നത്? വലിയ ഓഡിറ്റ് സംവിധാനങ്ങൾ, ഓഡിറ്റേഴ്സൊക്കെ നടക്കാതെ. ഇനിയിപ്പോൾ റിപ്പോർട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയില്ല, ദേവസ്വം ബോർഡിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാലും കോടതിയിലേക്ക് കൊടുക്കുന്ന ഒരു രേഖ ഓഡിറ്റ് ചെയ്ത് തയ്യാറാക്കുമ്പോൾ ഓഡിറ്റർമാർ നടന്ന പരിപാടിയുടെ ചെലവഴിച്ച പണത്തിൻ്റെ കണക്കെഴുതി വെക്കേണ്ട ഹർഷ. നന്ദഗോവിന്ദം ഭജൻസ് അമേരിക്കയിൽ അവർ ഇവിടെ പരിപാടി നടത്തി എന്നിട്ട് കണക്കെഴുതിയിരിക്കുകയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഞാൻ പറയുന്നത്. ഒരു PS പ്രശാന്തിൻ്റെ ദേശാഭിമാനി ഡയറി എഴുതി വെച്ചിരിക്കുന്ന കണക്കല്ല, ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കോടതി കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് തോന്നും. അതായത് ഇതിനകത്ത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അതിനിശ്ചിതമായിട്ട് വിമർശിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കൊടുത്തുള്ള വാർത്തകളുടെ പേരിലല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇവരുടെ വിശദീകരണം വന്ന സ്ഥിതിക്ക് ഇവർ അതിലളിതമായിട്ടും നിസ്സംഗമായിട്ടും നിസ്സാരമായിട്ടുമാണ് ഈ പരിപാടിയെ കണ്ടത്. ഇങ്ങനെയാണെങ്കിൽ
കാര്യങ്ങൾ അത്രയ്ക്ക് വെടുപ്പല്ല എന്ന് അവരോട് പറയേണ്ടതാണ്. കാരണം കുറേ കൂടെ ഗൗരവത്തിൽ കാര്യങ്ങൾ പണം ചെലവഴിക്കുന്ന പൊതുപണം എടുത്ത് ചെലവഴിക്കുന്ന പരിപാടി കുറച്ചുകൂടിയൊക്കെ കാര്യമായിട്ട് കൃത്യമായിട്ട് കണക്കെഴുതി വെക്കണം എന്ന് അവരോട് പറയണം. നാട്ടിലെ സാധാരണക്കാർ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, 1 കിലോ അരി വാങ്ങിച്ചത് പഞ്ചസാര വാങ്ങിച്ചതിൻ്റെ കണക്ക് എഴുതിയിട്ടാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പോൾ പൊതുപണം എടുത്ത് ചിലവാക്കുമ്പോൾ ഇതുവരെ ആകെത്തോടെ കട്ടുമുടിച്ചു എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ കണക്കെഴുതിയിട്ടില്ല, കണക്ക് ഓഡിറ്റർമാരോട് ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വന്ന് പറയുകയാണ്. അദ്ദേഹം ആയതുകൊണ്ട് ഇതിനു മുമ്പുള്ള ദേവസ്വം ബോർഡിനെ വല്ലാത്ത തോതിൽ നിശ്ചിതമായി വിമർശിച്ചിട്ടില്ല. ഇങ്ങനെ എഴുതിയ ഓഡിറ്ററെ കുറ്റപ്പെടുത്താൻ വേണ്ടി പോയില്ല. എല്ലാവരെയും വലിയ ബുദ്ധിമുട്ടിലാക്കാതെ അദ്ദേഹം പോയി. പക്ഷേ അതിനകത്തുകൂടെ നമ്മൾ വായിച്ചാൽ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് തോന്നും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം സനീഷ് ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചു പോയ ഒരു കാര്യമാണ്. ഇത് വന്ന പഴുതിൽ മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് കണ്ടോ ഞങ്ങളതന്ന് പറഞ്ഞില്ലേ എന്നുള്ളതാണ്. അത് വേറെ കാര്യം, അത് വേറെയാണ് കേസ്. എന്താണ് അതും ഗോവിന്ദ എന്ന മട്ടിൽ വന്ന തലക്കെട്ട് വേറെ തന്നെയാണ്. അതിന് വേറെ തന്നെ നമ്മളത് കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അന്നും നമ്മൾ പറഞ്ഞെന്താ, പൊരുത്തക്കേട് ഉണ്ട് എന്നാണ്. 3 കണക്കും എടുത്തു പറഞ്ഞിട്ട് ഇതിൽ പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേടിലേക്ക് പോകേണ്ടതിന് പകരം ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിഷയത്തിൽ അവർ തന്ത്രപരമായി ഒരു തലക്കെട്ടിടുകയും ആ നിലയ്ക്ക് ആ വാർത്തയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ദുരുപദിഷ്ടമാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയ കാര്യം. പിന്നെ ഈ കാര്യത്തിലേക്ക് വന്നാൽ അന്ന് നമ്മൾ പറഞ്ഞതിനാണ് ഈ 3 കണക്കുകളും തമ്മിലുള്ള പൊരുത്തക്കേട് എന്നത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വിശദീകരിക്കാനുള്ള ബാധ്യത അത് ദേവസ്വം ബോർഡിനുണ്ട്, തീർച്ചയായും സർക്കാരിനുമുണ്ട്. കാരണം സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ബാക്കി തന്നെയാണ് ഈ പരിപാടി എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം കൂടി പക്ഷേ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് ആസൂത്രണം ചെയ്യുമ്പോൾ, ആലോചിക്കുമ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള മാർഗ്ഗങ്ങൾ എന്താ? ഫണ്ട് കണ്ടെത്താൻ ഈ സ്പോൺസേഴ്സ് എല്ലാം കൂടെ വരിക എന്നുള്ളതൊന്നും അല്ല. കാരണം മതപരമായ ചടങ്ങുകളും പരിപാടികളും ഇത്തരം യോഗങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി ഫണ്ട് ചെലവഴിക്കാനുള്ള ഒരു വകുപ്പ് ദേവസ്വം ബോർഡിന് ഉള്ളതുകൊണ്ട് തന്നെ ആ ഫണ്ടെടുത്ത് ചെലവഴിക്കുക, ഈ പരിപാടി നടത്തുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കോടതിയിലേക്ക് എത്തിയത്, ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നു. കോടതി പറയുന്നു അങ്ങനെ ആ പണം എടുത്ത് ഇത് നടത്താൻ പറ്റില്ല എന്ന് കോടതി നിർദ്ദേശിച്ചപ്പോൾ പിന്നീട് സ്പോൺസർമാരെ കണ്ടെത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ പിന്നെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ വാഗ്ദാനങ്ങളാണ് വരുന്നത്, പണമല്ല. അതിപ്പോൾ അദാനിയുടെ അടക്കം വാഗ്ദാനമേ അവിടെ കിടപ്പുള്ളൂ, പണം എത്തിയിട്ടില്ല. വരും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാണ് ഞാനും കരുതുന്നത്. അദാനിയല്ലേ പറഞ്ഞത് 1 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതെടുത്ത് കൊടുക്കും. അപ്പോൾ വാഗ്ദാനങ്ങൾ വന്നു, പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങൾ കൊടുത്ത് പെട്ടെന്ന് കണ്ടെത്തിയ സ്പോൺസേഴ്സ് ആരൊക്കെയാണ്? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്നത് പതിവായി നടക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ അവിടുത്തെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ധനലക്ഷ്മി ബാങ്ക് സ്വാഭാവികമായിട്ടും ഒരു സ്പോൺസറായിട്ടെത്തി, കേരള ബാങ്ക് സ്പോൺസറായെത്തുന്നു, അദാനി സ്പോൺസറായെത്തുന്നു. ഈ രീതിയിൽ ആ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആദ്യം തന്നെ ഇതിൽ ദേവസ്വം ബോർഡ് ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. കാരണം കോടതിയിലേക്ക് എത്തുമ്പോൾ കാശ് എത്ര ചിലവായാലും വേണ്ടില്ല, കോടതിയിലേക്ക് എത്തുമ്പോൾ ദേവസ്വം ബോർഡ് കൊടുത്ത അഡ്വാൻസ് അതുപോലെ തിരിച്ച് അക്കൗണ്ടിൽ എത്തണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കെ ജയകുമാർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് ആ 3 കോടി രൂപ തിരിച്ച് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ദേവസ്വം ബോർഡ് കയ്യിൽ നിന്ന് കാശ് ചിലവഴിച്ചു എന്നുള്ള പ്രശ്നം അവിടെ തീർന്നു. ഇനിയുള്ള പ്രശ്നം എന്താണ്? ഈ ചെലവഴിച്ച പണവുമായി ബന്ധപ്പെട്ട്, വന്ന പണം ചെലവഴിച്ച പണവുമായി ബന്ധപ്പെട്ട് ബാക്കി നിൽക്കുന്ന തർക്കങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒന്നാമത്തെ കടമ്പ അവർ കടന്നത്, അതായത് ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ ഫണ്ട് ചെലവഴിച്ചിട്ടില്ല എന്നവർക്ക് ന്യായമായി കോടതിയിൽ ഇനി പറയാം, ആ കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, ഇനി വരാനിരിക്കുന്ന ഫണ്ട് കൂടി എടുത്ത് ചെലവഴിച്ചാൽ പരമാവധി ചെലവഴിക്കാവുന്ന, അപ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്, അതും പരമാവധി ഏതെങ്കിലും തരത്തിൽ വാഗ്ദാനം ചെയ്തവരിൽ നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ആലോചന. അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരാലോചിക്കുന്നത് എന്താണ്? ഇത് 4,99,00,000 ഈ പരിപാടി കഴിക്കണം. അതിനപ്പുറത്ത് ഇനിയിപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ചെലവാക്കിയെന്ന് പറഞ്ഞാലും അത് എഴുതി തള്ളുക എന്നുള്ളതിനപ്പുറത്ത് അല്ല, അപ്പുറത്തേക്ക് ഇത് പോവില്ല. അപ്പം എനിക്ക് എൻ്റെ സംശയമാണ്, കോടതിക്ക് ആ വിഷയത്തിൽ പിന്നെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാനുള്ള ആലോചന ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കോടതി നിർദ്ദേശിച്ച പ്രകാരം സർക്കാരിൻ്റെയോ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെയോ പൈസ പോയിട്ടില്ല, ആ പൈസ എടുത്ത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് കോടതിയിൽ പറയാം. പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടി ദേവസ്വം ബോർഡിൻ്റെ ഇങ്ങനെ പൊതുജനങ്ങളുടെ ശ്രദ്ധയുള്ള ഒരു പരിപാടി, പൊതുപരിപാടിക്ക് അത് ഈ നിലയ്ക്കുള്ള സ്പോൺസേഴ്സിനെ പ്രത്യേകിച്ച് കണ്ടെത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടിയിൽ ഈ വന്ന കാശിൻ്റെയും പോയ കാശിൻ്റെയും കണക്ക് ആളുകൾക്ക് കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവതരിപ്പിക്കാനുള്ള ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ കടമ്പയിലാണ്. അതെങ്ങനെ ദേവസ്വം ബോർഡ് കടക്കും എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. ബാക്കി ഈ വന്ന കഥകളെല്ലാം, അതായത് പത്രങ്ങൾ എഴുതിയ കഥകളാണ് ശരി എന്നുള്ളത് അബദ്ധമാണ്. കാരണം പെട്ടെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി ഉണ്ടല്ലോ, ഇതിനിടയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഈ ഓഡിറ്റ് ഫേം ആവശ്യപ്പെട്ട സമയത്ത് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കിട്ടിയത് വെച്ചൊരു
റിപ്പോർട്ട് എങ്ങനെയാണ് സമർപ്പിക്കുക എന്നുള്ളതിലാണ് നമുക്കുള്ള കൺഫ്യൂഷൻ. അല്ല സത്യം ഹർഷ, അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ വാർത്ത എന്തായിരുന്നു, അതായത് നടക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടിക്ക് പണം ചെലവാക്കി 8 ലക്ഷം കൊടുത്തു കൊടുത്തുന്ന ഓഡിറ്റ് റിപ്പോർട്ട് എന്നതാണ് അതിൻ്റെ അകത്ത് വാർത്ത വരേണ്ടത്. പക്ഷേ വാർത്ത വന്നെന്താണ്, നടക്കാത്ത പരിപാടിയുടെ പേരിൽ പണം ചെലവഴിച്ചു, ദൂർത്തടിച്ചു. വ്യത്യാസമുണ്ട്. അല്ല, അതായത് അതിനകത്ത് ഒറ്റ കാര്യം, ആ ദിവസം തന്നെ നമ്മൾ പരിമിതമായ അന്വേഷണത്തിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയല്ല, ഈ ഇഷാൻ ദേവിൻ്റെ പരിപാടി നടത്തി, അങ്ങനെയാണ് ഈ പൈസ അവർക്കാണ് കൊടുത്തത്, അല്ലാതെ ഇവർ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൺഫേം ചെയ്യാമെന്നിരിക്കെ ആ നിലയ്ക്കല്ല ആ വാർത്തയെ ഇവർ സമീപിച്ചത് എന്നുള്ളതാണ് മാധ്യമങ്ങളിലുള്ള നമ്മുടെ വിമർശനം. മറ്റേ കാര്യത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം ഇത് തന്നെയായിരിക്കും. അതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു. എന്താണ് കോടതിക്ക് അറിയേണ്ട കാര്യങ്ങൾ? യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് അറിയേണ്ട കാര്യങ്ങൾ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട മൊത്തം മതപരമായ ഇത്തരം ഇടപാടുകളിൽ എങ്ങനെയാണ് കോടതിക്ക് ഇടപെടാൻ കഴിയുക എന്നതടക്കമുള്ള വിഷയങ്ങളാണല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യ അവകാശത്തിന്റെ വ്യാപ്തിയും പരിധിയും എന്താണ്? അതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള വ്യക്തികളുടെ അവകാശങ്ങളും ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള മതവിഭാഗങ്ങളുടെ അവകാശങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള മതവിഭാഗത്തിന്റെ അവകാശങ്ങൾ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്കപ്പുറം ഭരണഘടനയുടെ ഭാഗം 3 മറ്റു വ്യവസ്ഥകൾ വിധേയമാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-26 എന്നിവയിലെ മൊറാലിറ്റി എന്ന വാക്കിന്റെ വ്യാപ്തിയും പരിധിയും എന്താണ്? അത് ഭരണഘടനാപരമായി ധാർമ്മികതയെ ഉൾപ്പെടുത്തുന്നതാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പരാമർശിക്കുന്ന ഒരു മതാചാരത്തിന്റെ കാര്യത്തിൽ ജുഡീഷ്യൽ റിവ്യൂവിന്റെ വ്യാപ്തിയും പരിധിയും എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25(2)(b)യിൽ വരുന്ന സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഒരു മതവിഭാഗത്തിലോ മതഗ്രൂപ്പിലോ അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് ആ മതവിഭാഗത്തിന്റെയോ ഗ്രൂപ്പിന്റെയോ ആചാരത്തെ ചോദ്യം ചെയ്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാമോ? ഇതാണ് അറിയേണ്ടത്. ഇതിലെവിടെയാണ് വി.ഡി. സതീശൻ പറഞ്ഞ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കേണ്ടത്? അതായത് യുവതീ പ്രവേശനം സമ്മതമാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ഇതിൽ സർക്കാർ ഇലക്ഷൻ വരെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ബാക്കി മറ്റ് തരത്തിൽ കെ.ബി. ഗണേഷ് കുമാറൊക്കെ പറയുന്ന മട്ടിൽ സർക്കാർ അങ്ങനെ ഇരുമ്പൊലൊക്കെയല്ല അഭിപ്രായം, ജനാധിപത്യത്തിൽ കാര്യങ്ങളിൽ മാറ്റം വരുക എന്നൊക്കെയുള്ളത് പറയുന്നത് രാഷ്ട്രീയമാണ്. ഈ കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുമുണ്ട്, അതങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമലയെ ചൊല്ലി സ്വർണ്ണക്കൊള്ളയടക്കം വലിയ ആരോപണങ്ങൾ നേരിടുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെന്നത് നിസ്സാരമായി കാണേണ്ട വിഷയമൊന്നുമല്ല. സർക്കാരിനെ അടിക്കാനുള്ള ആയുധമാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇത്രയും ഉദാസീനതയോടെ അയ്യപ്പ സംഗമം കണക്കുകൾ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എന്നത് അത്ഭുതകരമാണ്. ഇനി ശബരിമല യുവതീ പ്രവേശനത്തിലേക്ക് കടന്നാൽ സർക്കാർ ഔദ്യോഗികമായി മുൻ നിലപാട് തിരുത്തും എന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും മന്ത്രിമാരും പാർട്ടി നേതാക്കളും നിലപാട് തിരുത്തുമെന്നതിൻ്റെ ചില സൂചനകളൊക്കെ നൽകി വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മതപരമായ കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടൽ നടത്താമെന്നത് കോടതിയുടെ തന്നെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അങ്ങനെയൊരു വിഷയത്തിൽ സർക്കാർ നേരിട്ട് അഭിപ്രായം പറയാതെ മുൻപ് സത്യവാങ്മൂലം നൽകിയതുപോലെ ഹിന്ദു ആചാരങ്ങളിൽ പാണ്ഡിത്യമുള്ളവരെ ഉൾക്കൊള്ളിച്ച് ഒരു സമിതി രൂപീകരിക്കണമെന്നതടക്കമുള്ള നിലപാട് തന്നെ തുടർന്നും സ്വീകരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്തായാലും നിലപാട് പറയാതെ ഉരുണ്ടു കളിക്കുന്നത് മുൻനിർത്തി സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. RTX ഒരു ഇടവേളയിലേക്ക്.